ബാൾട്ടി എന്ന സിനിമയുടെ പേരിന്റെ അർത്ഥം എന്താണെന്ന് മുഴുവൻ സിനിമ കണ്ടു തീർത്തിട്ടും എനിക്കൊരു ഐഡിയ ഇല്ല. ബാൾട്ടി കബഡിയുടെ എന്തൊരു സ്ലാങ് ആണെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പക്ഷെ ഞാൻ ഇന്റർനെറ്റ് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ അങ്ങനെ ഒരു വേർഡ് കബഡിക്കാർക്ക് അറിയില്ല. പിന്നെ ബാൾട്ടി എന്നുള്ള വേർഡിന്റെ അർത്ഥം ഞാൻ നോക്കിയപ്പോൾ ഹിന്ദിയിൽ ബക്കറ്റ് എന്നാണ്. ഇനിയിപ്പോൾ ബക്കറ്റ് എന്നാണ് അവർ ഉദ്ദേശിച്ചതെങ്കിൽ ഈ സിനിമയിൽ വീണ നന്ദകുമാറും ബക്കറ്റും ഇല്ല. എനിക്ക് തോന്നുന്നു ഈ പടത്തിന്റെ പേര് കുറച്ചും കൂടെ യോജിക്കുക ദൃശ്യം 3 എന്ന സിനിമയ്ക്കാണ്. പക്ഷേ അതൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ബാൾട്ടി എന്ന സിനിമ പഴയ ബോംബ് കഥ തന്നെ എന്ന് ജഗതി പറഞ്ഞ പോലെ അധോലോകം, കത്തിക്കുത്ത്, പലിശ, കടം കൊടുക്കൽ, അത് തിരിച്ചു മേടിക്കാൻ പോക്ക്, അങ്ങനെയൊക്കെയാണ് ഈ പടത്തിന്റെ ഒരു സ്റ്റോറി ലൈൻ ഇരിക്കുന്നത്. പക്ഷേ ഇതിനകത്തൊരു ചെറിയ ട്വിസ്റ്റ് ഉണ്ട്. ഇതിനകത്ത് നമ്മുടെ നായകന്റെ കൂട്ടുകാരും കബഡി കളിച്ചാണ് ഈ അധോലോകത്തിലേക്ക് കയറി ചെല്ലുന്നത്. അപ്പോൾ ഇതൊരു സ്പോർട്സ് ഡ്രാമ എന്നുള്ള ജോണറിലാണ് ഈ പടം ഇറങ്ങിയിരിക്കുന്നതെങ്കിലും കാര്യം ഇതൊരു അണ്ടർവേൾഡ് മൂവിയാണ്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഈ പടം ഡയറക്ട് ചെയ്തിരിക്കുന്ന ഉണ്ണി ശിവലിംഗം, പുതിയൊരു ഡെബ്യൂ ഡയറക്ടർ സായി അഭ്യാങ്കർ, നമ്മുടെ തമിഴിലെ മ്യൂസിക് ഡയറക്ടർ. പുള്ളിയാണ് ഈ പടത്തിന്റെ മ്യൂസിക് സ്കോറും BGM പാട്ടൊക്കെ ചെയ്തിരിക്കുന്നത്. അതിന് പുള്ളി 2 കോടി രൂപയാണ് മേടിച്ചിരിക്കുന്നു എന്ന് പ്രൊഡ്യൂസർ പറയുന്നത്. അത് ഹയസ്റ്റ് റെമ്യൂണറേഷൻ ക്ലെയിംഡ് ബൈ എനി മ്യൂസിക് ഡയറക്ടർ ഇൻ മലയാളമാണ്. കൺഗ്രാജുലേഷൻ ടു സായി അഭ്യാങ്കർ. ഈ പടം വെരി ഇൻട്രസ്റ്റിംഗ് ഒരു ബൈലിംഗ്വൽ ആയിട്ടാണ് ഇറക്കിയിരിക്കുന്നത്. അതായത് മലയാളം തമിഴും രണ്ട് ഭാഷകൾ ഇറക്കിയിട്ടുണ്ടെന്നാണ് എൻ്റെ അറിവ്. കാരണം ഈ പടം നടക്കുന്നത് പാലക്കാട് എവിടെയാണ്, കേരള തമിഴ്നാട് ബോർഡർ എന്ന് പറയാവുന്ന ഒരു സ്ഥലത്താണ് ഈ പരിപാടി നടക്കുന്നത്. അതുകൊണ്ട് ഒരു തമിഴ് പടത്തിന്റെ ഫ്ലേവർ ഈ പടത്തിനകത്ത് ഉടനീളം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി ഈ പടത്തിന്റെ പോസിറ്റീവ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഫിലിം മേക്കിംഗ് എന്തൊക്കെ പറഞ്ഞാലും ടോപ്പ് നോച്ച് പടമാണ്. ഇതിന്റെ ഡയറക്ഷൻ, ഡെബ്യൂ ഡയറക്ടർ ആണെങ്കിൽ പോലും പുള്ളി ഭയങ്കര പാഷനറ്റ് ആയിട്ട് ഈ പടത്തിനെ മൗണ്ട് ചെയ്തിട്ടുണ്ട്. നല്ല അഡ്രിനലിൻ പാക്ഡ് ആയിട്ട് ആക്ഷൻ പടമാണ് സംഭവം. നല്ല ബീറ്റി ആയിട്ട് നല്ല BGM ഒക്കെ മിക്സ് ചെയ്ത് നല്ല രസമായിട്ട് അതിന്റെ കയോട്ടിക് ആയിട്ടുള്ള ഒരു സ്ട്രീറ്റ് ഫൈറ്റ്സിലൊക്കെ ഒരു കബഡി യൂസ് ചെയ്തിട്ടുണ്ട്. അടി സീൻസിലൊക്കെ കബഡിയുടെ മൂവ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത്. അത് ക്യാമറ വളരെ അടിപൊളിയായിട്ട് അത് ക്യാപ്ചർ ചെയ്യുന്നുണ്ട് ഈ പടത്തിൽ. രണ്ടാമത്തെ പോസിറ്റീവ് ഷെയ്ൻ നിഗം ആസ് എൻ ആക്ടർ. പുള്ളി ഇതിനകത്ത് നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള നല്ലൊരു അടിപൊളി ആക്ഷൻ ഹീറോ മോഡലാണ് നമ്മുടെ ഡയറക്ടർ അവതരിപ്പിച്ചിരിക്കുന്നത്. അത് പുള്ളി വളരെ കൺവിൻസിംഗ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ തമിഴ് ഡയറക്ടർ സെൽവരാഘവൻ, നമ്മുടെ ധനുഷിന്റെ ബ്രദർ, ഇതിനകത്തൊരു വില്ലൻ ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. അത് ഭയങ്കര ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു പ്രസന്റേഷൻ ആയിരുന്നു. ഒരു ഞാൻ ഇതുവരെ എവിടെയും കാണാത്ത ഒരു ടൈപ്പ് ഒരു സാധാരണ ഒരു ദുഷ്ടനായിട്ടുള്ള വില്ലൻ തന്നെ. പക്ഷേ പുള്ളി അത് പിടിച്ചിരിക്കുന്ന ഒരു മീറ്റർ നല്ല രസമുണ്ടായിരുന്നു. പുള്ളിയും പുള്ളിയുടെ ഗാങ്ങും അവരെങ്ങനെയാണ് നമ്മുടെ ഉള്ളിലേക്ക് ആ ഭയം കയറ്റി വിടുന്നത് എന്നുള്ളത് കാണാൻ അത് നല്ല എക്സ്പീരിയൻസ്, നല്ല രസമുള്ള ഒരു പരിപാടിയായിരുന്നു. പിന്നെ ഇതിനകത്ത് ആൽഫോൺസ് പുത്രനും പൂർണിമ ഇന്ദ്രിയത്തും 2 നെഗറ്റീവ് റോൾസ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഇതുപോലെ പൂർണിമ ഇന്ദ്രിയത്തിന്റെ പേര് ജീമ എന്നാണ്. എന്താണ് ജീമ എന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. ഇനി വല്ല ഗൗരിയമ്മയുടെ ഷോർട്ട് ഫോം അങ്ങനെ ആണോ എന്ന് എനിക്കറിയില്ല. നെഗറ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഥ ഭയങ്കര പ്രഡിക്റ്റബിൾ ആണ്. ഫിലിം മേക്കിംഗ് വെച്ചാൽ കോമ്പൻസേറ്റ് എന്ന് പറയുമ്പോൾ കഥ ഭയങ്കര പ്രഡിക്റ്റബിൾ ആണ്. നമുക്കറിയാം ഈ പടം എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത്. രണ്ടാമത്തെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഹീറോയിനാണ്. ഈ പടത്തിലെ ഹീറോയിൻ എന്തിനാണ് അവിടെ വന്ന് നിൽക്കുന്നതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. നായകനെ നോക്കും, നായകൻ തിരിച്ചു നോക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും പ്രേമം എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്കൊന്നും തോന്നിയില്ല, എനിക്കൊന്നും ഫീൽ ആയില്ല. എനിക്കാണ് ജാലക്കാരി എന്നൊരു പാട്ടിന് വേണ്ടിയിട്ടായിരിക്കും മിക്കവാറും പുള്ളിയെ കൊണ്ടുവന്നത്. പിന്നെ ഫ്രണ്ട്സ് തമ്മിൽ ജഗട ഞാൻ മുൻപ് പറഞ്ഞ പോലെ ബ്ലേഡ്, അധോലോകം, കത്തിക്കുത്ത്, ഇടയിൽ കബഡി ഉണ്ട്. പക്ഷേ ഈ കബഡി ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞാൽ പിന്നെ കബഡി പിന്നെ അവർ കാണിക്കുന്നതിൽ ഈ കബഡി ഏതോ വഴിക്ക് പോയ പോലെയാണ്. ഓവറോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാഷ്വൽ ആയിട്ട് എൻജോയബിൾ ആയിട്ടുള്ള ഒരു പടം. വീക്കെൻഡ് ഒന്നും ചെയ്യാനുള്ള വലിയ ഹൈ എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ലാതെ ഇരുന്ന് കാണാം. സെൽവരാഘവനും ഷെയ്ൻ നിഗത്തിന്റെ ആക്ടിങ്ങിന് വേണ്ടി കാണാം ഈ പടം. നിങ്ങൾ ആർക്കെങ്കിലും ബാൾട്ടി എന്നുള്ള പേരിന്റെ അർത്ഥം ബക്കറ്റ് എന്നല്ലാതെ എന്താണ് അതിന്റെ അർത്ഥം എന്ന് അറിയാമെങ്കിൽ, പിന്നെ പൂർണിമേന്ദ്രത്തിന്റെ ജീമ എന്ന കഥാപാത്രത്തിന്റെ പേരിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമെങ്കിൽ എൻ്റെ അടുത്ത് കമന്റ് സെക്ഷനിൽ പറയണം. മാഡ്മെൻ റേറ്റിംഗ് ഫോർ ബാൾട്ടി ഇസ് 7 out of 10.